ചെറുപ്പം മുതലേ എനിക്ക് ഇഷ്ടപ്പെട്ട നടന്മാരിൽ ഒരാളാണ് ഋത്തിക് റോഷൻ. അദ്ദേഹത്തിൻ്റെ എല്ലാ മൂവീസും ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഞാൻ ഈ പറയാൻ പോകുന്ന 3 മൂവീസ് നിങ്ങൾ ചിലപ്പോൾ കണ്ടു കാണാൻ വഴിയില്ല. പക്ഷേ നിങ്ങൾക്ക് ഈ സബ്സ്ക്രൈബ് ബട്ടൺ കാണുന്നുണ്ടാവും, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. ഒന്നാമത്തെ കാബിൽ എന്ന് പറഞ്ഞ മൂവിയാണ്. ഇതൊരു റിവെഞ്ച് സ്റ്റോറിയാണ്. അതായത് കണ്ണ് കാണാത്ത 2 പേര് കല്യാണം കഴിച്ച് ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങുന്നു. എന്നാൽ അതിലെ ഭാര്യയ്ക്ക് ഒരു ട്രാജഡി നടക്കുന്നു. ഈ ട്രാജഡി നടക്കാനുള്ള കാരണക്കാർ ആരാണെന്ന് കണ്ടുപിടിക്കുന്നതാണ് ഈ മൂവിയിൽ കാണിക്കുന്നത്. രണ്ടാമത്തെ സൂപ്പർ 30 എന്ന് പറഞ്ഞ മൂവിയാണ്. ഇതൊരു റിയൽ ലൈഫ് സ്റ്റോറിയാണ്. അതായത് പണമില്ല എന്നൊരൊറ്റ കാരണം കൊണ്ട് വിദ്യാഭ്യാസം നിന്നുപോയ 30 സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്ന ഒരു സാറിൻ്റെ സ്റ്റോറിയാണ് ഇതിൽ കാണിക്കുന്നത്. ആൻഡ് ട്രസ്റ്റ് മീ, ഈ മൂവി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പല സ്ഥലത്തും നിങ്ങൾക്ക് ഗൂസ്ബം അനുഭവപ്പെടും. മൂന്നാമത്തെ ലക്ഷ്യ എന്ന് പറഞ്ഞ മൂവിയാണ്. പേര് പോലെ തന്നെ ഒരു ലക്ഷ്യമില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ്റെ സ്റ്റോറിയാണ് ഈ മൂവിയിൽ കാണിക്കുന്നത്. മൂവിയുടെ സ്റ്റോറിനെ പറ്റി ഞാൻ ഒന്നും പറയത്തില്ല. നിങ്ങളും കഴിവതും ട്രെയിലറോ ടീസറോ ഒന്നും കാണാതെ ജസ്റ്റ് മൂവി ഒന്ന് കണ്ടു നോക്ക്. എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടപ്പെടുന്നുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഋത്തിക് റോഷൻ്റെ ഇഷ്ടപ്പെട്ട മൂവി ഏതാണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ.